ക്ലച്ച് വൈക്കൊക്കെ അവർക്ക് എങ്ങനെ മുതലാവും ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ സർവീസ് നോർമൽ ഓയിൽ ചേഞ്ചിങ് ചെയ്യാൻ പോലും 10,000-12,000 രൂപ അടുത്ത് വേണം. അതെ. ഇപ്പം നീ കുറച്ച് മുമ്പ് ഇപ്പം പറഞ്ഞൊരു കൂട്ടത്തിൽ സാധാരണക്കാർക്ക് സത്യം പറഞ്ഞ മിഡിൽ ക്ലാസ് പയ്യന്മാർക്ക് ഇതൊരു ലക്ഷറി തന്നെയാണ്. അത് റെന്റും ലക്ഷറി തന്നെ. പനിയൊക്കെ അങ്ങ് പോകും. അതുപോലെ തന്നെ അതെ ഞാനിപ്പം ഓടിച്ച വീണ്ടും വെച്ച് ടെസ്റ്റ് റൈഡുകൾ വീഡിയോ ചെയ്തില്ല. അപ്പോൾ യെസ് നമ്മുടെ സൂപ്പർ ബൈക്ക് ഇപ്പം തൽക്കാലം വാങ്ങാൻ വകയില്ല നിൽക്കുന്ന ആൾക്കാർക്ക് ക്രൈസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു നല്ല റേറ്റൊക്കെ വരും. ഞാൻ ഇപ്പം ഫിക്സഡ് റേറ്റ് പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പല സീസണിലും പല റേറ്റാണ് അവരുടെ EVM വീൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത്. അപ്പം റേറ്റ് കുറഞ്ഞ സമയത്ത് നിൽക്കുവാണെങ്കിൽ എടുത്ത് ഓടിക്കുക. അപ്പം ആരെടുത്തും അങ്ങനെ തെണ്ടേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട്. നമ്മുടെ റോഡിലെല്ലാം ഇട്ട് ഓടിച്ചു, നമ്മുടെ നാട്ടിലെല്ലാം കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓടിച്ചു. എൻ്റെ കൂട്ടുകാർക്ക് വണ്ടി ഓടിക്കാൻ വിട്ടുപോയിട്ടുള്ളത്, അതായത് എപ്പോഴും ഓടിക്കാൻ കിട്ടാതെ നമ്മളെ പോലെ തന്നെ എപ്പോഴും വണ്ടി ഓടിക്കാൻ കിട്ടാത്ത ആൾക്കാർക്കും എല്ലാം, ഇതുവരെ ഓടിക്കാത്ത ആൾക്കാർക്കും എല്ലാം വണ്ടി ഓടിക്കാൻ കൊടുത്തു. ഒരു പ്രശ്നമില്ല, സേഫായിട്ട് ഓടിക്കണം. അത് വേറെ കാര്യം. ഞാൻ പ്രത്യേകം ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ബൈക്ക് പോലത്തെ ഒരു പവർഫുൾ ബൈക്കല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. ഇപ്പോൾ ഇത്രയും പവർ വരുമ്പോൾ എന്തായാലും ഈ വണ്ടിക്ക് അത്രയും എന്താ പറയണ്ടേ, ഷാർപ്പായിട്ടുള്ള ബ്രേക്കിങ്ങും അതുപോലത്തെ ഹാൻഡിലിങ്ങും ഒക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. പവർ എന്ന് പറയുമ്പോൾ ചെറിയ പവറൊന്നും അല്ല, ഒരു പോളോ GT-യെക്കാളിലും പവറുള്ള സാധനമാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പം ഞാനത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച സമയത്തൊക്കെ നമുക്കും ഈ പറഞ്ഞ പോലെ ഒരു ഭയപ്പെടുത്തുന്നൊരു ഫീല് വണ്ടിയുടെ ഹാൻഡിലിങ്ങിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. കൈ കൊടുക്കുന്ന സമയത്ത് വയറ്റിൽ നിന്നൊക്കെ ഒരു കാളലൊക്കെയാണ് വണ്ടി മെയിനായിട്ടും കിട്ടുന്നത്. അത്രയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഓടിക്കുന്നവൻ എന്തായാലും മനസ്സ് നിറഞ്ഞിരിക്കും. അപ്പം ഇത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സൂപ്പർ ബൈക്ക് എടുത്തപ്പം എനിക്ക് മനസ്സിലോട്ട് വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ക്രൈസ് ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കണം. 10-12 ലക്ഷം രൂപ. ഇത് 12 ലക്ഷം രൂപ വണ്ടിയാണെങ്കിലും സൂപ്പർ ബൈക്കിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത്രയും പവറും അഗ്രസീവായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടും 12 ലക്ഷം രൂപ ഒരു കവാസാക്കി വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ വാല്യൂ ഫോർ മണി തന്നെയാണ്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് അത് ലക്ഷറി ഫീൽ തന്നെയാണ് കേട്ടോ, 12 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ക്രൈസ് ഉള്ളവൻ മാത്രം എടുക്കാനുള്ളതെന്ന് ഞാൻ പറയത്തുള്ളൂ. ക്രൈസ് ഉണ്ട്, ലോൺ ഇട്ടും എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഈ വണ്ടി കൊണ്ടിട്ട് നമ്മുടെ ഡെയിലി യൂസിനുള്ള യൂസിങ് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നടക്കും, പക്ഷേ നമ്മുടെ സാധാരണ കമ്പ്യൂട്ടർ വണ്ടികളൊക്കെ കൊണ്ട് നടക്കുന്ന പോലത്തെ ഈസിനെസ് ഒന്നും എന്തായാലും കിട്ടത്തില്ല. ഹീറ്റും വെയിറ്റും അതുപോലെ തന്നെ വണ്ടിയുടെ റോഡ് പ്രസൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നല്ലതല്ലേന്ന്. പക്ഷെ അല്ല, ഈ എക്സോസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ശല്യമായിട്ടൊക്കെ തോന്നും. ഇപ്പോൾ സ്റ്റോക്ക് എക്സോസ്റ്റാണ് ഇരിക്കുന്നത്. സോ ഇതെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അൾട്രാ ഈ സൂപ്പർ ബൈക്കിന് വേണ്ടി മാത്രം ഒരു വണ്ടി പ്രാന്തമുള്ള ആൾക്കാരുണ്ട്. സാധാ വണ്ടികളോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലാതെ സൂപ്പർ ബൈക്ക് മാത്രം വാങ്ങാൻ വേണ്ടി, അത് ഓടിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. സുഹല, നിനക്ക് എന്താണ് ഈ ഒരു പദ്ധതിയെ പറ്റി തോന്നുന്നത്? സൂപ്പർ ബൈക്കൊക്കെ അവർക്ക് എങ്ങനെ മുതലാവും ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ സർവീസ് നോർമൽ ഓയിൽ ചേഞ്ചിങ് ചെയ്യാൻ പോലും 10,000-12,000 രൂപ അടുത്ത് വേണം. അതെ. ഇപ്പം നീ കുറച്ച് മുമ്പ് ഇപ്പം പറഞ്ഞൊരു കൂട്ടത്തിൽ സാധാരണക്കാർക്ക് സത്യം പറഞ്ഞ മിഡിൽ ക്ലാസ് പയ്യന്മാർക്ക് ഇതൊരു ലക്ഷറി തന്നെയാണ്. അത് റെന്റും ലക്ഷറി തന്നെ. 10,000 രൂപ എടുത്തെടുക്കാന്നൊക്കെ പറഞ്ഞാൽ 10,000, 8,000 ആ റേഞ്ചൊക്കെ വരും. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇത് ഓടിക്കാൻ ആഗ്രഹിച്ചു കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഞാനാണെങ്കിലും ഇപ്പം നീ ആണെങ്കിലും ഒരുപാട് പേർ നമ്മളൊക്കെ തെണ്ടിട്ടുണ്ടല്ലേ വണ്ടി. തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഓടിക്കാറില്ല. അവൻ്റെ 10,000 രൂപ സാലറിയിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും വകുപ്പിൽ നിന്ന് അവന് മാറ്റി ഒരു വെട്ടെങ്കിലും അവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യണം. ബൈക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു തവണ. അതേപോലെ വണ്ടി ഓടിക്കുന്നവരും വണ്ടി സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് ഈ സൂപ്പർ ബൈക്കിനൊക്കെ, അതായത് നോർമൽ ബൈക്കിന് വെച്ച് നോക്കുമ്പോൾ സൂപ്പർ ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിരിക്കണം ഏതൊരു കാര്യത്തിന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. അത് വെച്ച് നോക്കുന്നത് ഭയങ്കര മുതലാ. പിന്നെ C900 എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇപ്പോഴത്തെ ഒരു യുവാക്കളുടെ ഹരമായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇപ്പം നോർത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്തുവാ ഭൂരിഭാഗം വേറെ ഇപ്പം സൂപ്പർ ബൈക്ക് ആയി തുടങ്ങി. സൂപ്പർ ബൈക്ക് കൾച്ചർ തുടങ്ങിയിട്ടുണ്ട്. പണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ധൂമിനകത്തൊക്കെയാണ് ഇത് എന്താണ് ഈ വരുന്നത്, അതായത് നിഞ്ച ഹയാബൂസ എന്ത് ജോൺ അബ്രഹാം ഹയാബൂസ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സൂപ്പർ ബൈക്ക്, എന്താണ് ഹയാബൂസയിലാണ് ഈ ഇത്രയും വലിയ വണ്ടി ഉണ്ടോ. അതിനു മുമ്പ് നമ്മൾ കണ്ടേക്കുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ കൂടിപ്പോയി അങ്ങേറ്റം പൾസറൊക്കെ ആയിരുന്നു നമ്മുടെ കണ്ണിൽ ആദ്യത്തെ വലിയ വണ്ടി. പൾസർ, FC, R1 വന്നപ്പോഴും എപ്പോഴേ മാറി. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞങ്ങളിപ്പോ വന്നപ്പോ സ്റ്റോക്ക് ആയിക്കോട്ടെ, സ്റ്റോക്കാണുള്ള ആൾക്കാർ ആദ്യം ഒന്നും എന്താണ് ഈ പോകുന്നത് ഫ്രണ്ടിൽ നോക്കിയാൽ, പക്ഷേ വലിയ ഏത് വണ്ടിയാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതെ ഇതിന്റെ ചെറിയ വലിയ വണ്ടി ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഇപ്പൊ ഒരു സൂപ്പർ ബൈക്ക് ടച്ചാ കൊടുക്കാറ്. ഇപ്പം ഡ്യൂക്കിന്റെ KTM ആയിക്കോട്ടെ, ഇതിന്റെ കണ്ടില്ല. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വണ്ടിയുടെ ഒരു മാരകമായ ഒരു ലുക്കാണ്. നമുക്ക് മൊബൈലിൽ കൂടെ എത്രത്തോളം മനസ്സിലാകത്തില്ല, പക്ഷെ
സംഭവം ഉണ്ടല്ലോ വേറെ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റിയാക്ഷനൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടൊക്കെ കാണിച്ച് 4-5 ലക്ഷം രൂപ പറയുന്ന അവർ അവർക്കറിയാം. സെക്കൻഡ് ഹാൻഡ് പോലും 4-5 ലക്ഷം രൂപ കിട്ടും. സെക്കൻഡ് അത്യാവശ്യം അതേ മുകളിലുണ്ടെന്ന് തോന്നുന്നല്ലേ. സെക്കൻഡിന് 9 രൂപ 8 രൂപ ഉണ്ട്. റിസൽ വാല്യൂ ഉണ്ട്, ഭയങ്കര റിസൽ വാല്യൂ. അത്യാവശ്യം എക്കണോമി ഉണ്ടെന്ന് തോന്നുന്നു. എക്കണോമി 17 ഒക്കെ കിട്ടും. സൂപ്പർ ബൈക്കിൽ 17 കിട്ടുക എന്ന് പറയുന്നത് ചലഞ്ചായിട്ടുള്ള കാര്യം. 22 വരെ കിട്ടും. അതൊരു ചലഞ്ചായിട്ടുള്ള കാര്യം തന്നെ. എക്കണോമിയിൽ ഒരു 80-90 പിടിച്ച് ഓടിക്കണം. അത് തന്നെ അറിഞ്ഞു പോകുന്നവർ അറിഞ്ഞു പോകും, മൈലേജ് പിടിക്കേണ്ടവർ മൈലേജ് പോകും, രണ്ടും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ വണ്ടി നേരെ കൊണ്ട് കൊടുക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് വണ്ടി ഓടിച്ച് നമ്മൾ ഓടിച്ച് നമ്മുടെ കൊതി തീർത്ത് ഇനി എന്തെങ്കിലും കൊതി തോന്നുവാണെങ്കിൽ നമ്മുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിനി പൈസ കൊടുത്ത് ധൈര്യമായിട്ട് മേടിക്കാം. അത് തന്നെ. വേറൊരു കാര്യം, കുറച്ച് വണ്ടി അവർ ആഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഏതൊരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഇപ്പൊ ചാടിക്കയറി ഒരുപാട് പേര്, ഞാൻ ഇപ്പൊ എന്റെ കാഴ്ചപ്പാടെ പറയാം, പിള്ളേർ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കും, എനിക്ക് ഇന്നത് വേണം, ഇൻലൈൻ 4 വേണം. കാശുള്ളവർ മേടിച്ച് കൊടുക്കത്തില്ലെന്ന് ഒരിക്കലും പറയുന്നത്. പക്ഷെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വണ്ടിക്ക് 2 വശമുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര പവർ ഇതിനൊക്കെ. ചുമ്മാ ആവശ്യമില്ലാതെ വന്ന് മറ്റുള്ള അതിൽ കൊടുക്കുന്നവർ ഇതിലോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സ് നിൽക്കുന്നിടത്തിന് മുന്നേ വണ്ടി അങ്ങ് നിൽക്കും. 390 പോലും ആപ്റ്റ് അല്ലാത്ത റോഡാണ് നമുക്ക്. അതെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഒരിക്കലും ഇതിന്റെ പവർ എക്സ്പീരിയൻസ് ഫുൾ ആയിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ആയിട്ട് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. പൊട്ടൻഷ്യൽ എടുക്കാൻ ഇപ്പൊ നമ്മുടെ റോഡിൽ പറ്റത്തില്ല. നമുക്ക് വേണ്ടത് സൗണ്ട്, ആ ഒരു പെർഫോമൻസ്, ആ ഒരു ലുക്ക്. ഇതിന് എന്തോ റേറ്റ് വരുന്നുണ്ടോ അപ്പൊ ഈ വണ്ടിക്ക്? 40 രൂപ. എത്ര ഇത് സ്ക്രിപ്റ്റഡാ അല്ല? എത്ര രൂപ പറ. അല്ലല്ല, നേരത്തെ മറ്റേ 1000 ഓടിച്ചപ്പോഴും 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. പക്ഷെ ഇത് 12 രൂപ ചിന്തിക്കത്തോലില്ല. അതെ 12 രൂപ ചിന്തിക്കത്തില്ല. ഇല്ലേ, ബൈക്കിനൊന്നും 12 ലക്ഷം രൂപ ചിന്തിക്കത്തില്ല. അതെ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി പിന്നെ എടുത്ത 1 ലക്ഷം രൂപ വണ്ടിയാണ്. ക്ലച്ച് താങ്ങിയെന്ന് ആദ്യം എനിക്കുണ്ടായിരുന്നു. ആദ്യം എടുക്കുമ്പോൾ ഞാൻ ക്ലച്ച് കൊണ്ട് അച്ഛന് എന്ത് ചെയ്യാനാ, എന്ത് വെച്ചാലും കാര്യമില്ല. ഇവിടെ ഒരു ബൈക്ക് കൊണ്ട് പുള്ളിക്ക് അത് വേണ്ട. ഏതാ പുള്ളിക്ക് ഇത് മതി എന്നാ പറയുന്നത്. 500 cc മോഡലോട്ട് ഇപ്പൊ വരും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഒന്ന് തിരിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൈക്കൊടുത്തുള്ള EVM വീൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കുക എന്നുള്ളൊരു ഡ്രീം. ഞാനിത് ഇങ്ങനെ വലിയ ഹൈപ്പ് കൊടുത്ത് പറയുന്നതൊന്നുമല്ല. ഇത് നിങ്ങൾ സൂപ്പർ ബൈക്ക് ഉപയോഗിക്കുന്നവരും ഓടിച്ചിട്ടുള്ളവർക്കും ഈ ഒരു ഫീൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നെങ്കിലും ഇന്നും എനിക്ക് H2R ഓടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, R1 ഓടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കിട്ടാനില്ല. പക്ഷേ R1 ഒന്നും റെൻറ്റിൽ നമ്മുടെ ഇവിടെ അടുത്തെങ്ങും ഇല്ല. പക്ഷേ EVM മോട്ടോഴ്സിലൊക്കെ ഭാവിയിൽ വന്നേക്കാം. കാര്യം അവർക്ക് ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനി അതും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒരു ബൈക്ക് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് സൈഡിലായിരിക്കും. അത് ഞാൻ തല പുകഞ്ഞിരുന്ന് നോക്കിയിട്ടും എനിക്ക് ഒരു 10 രൂപക്കടുത്ത് 12,000 ആ ഒരു 10,000 രൂപ റെൻറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ഇച്ചിരി കുറവാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഒരു സർവീസിന് തന്നെ 10,000 രൂപ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. 2 ടയർ മാറാൻ വേണ്ടി തന്നെ 50,000 രൂപ വരും. അതുപോലെ തന്നെ സ്പെയറിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പം ഒരു 10,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് കുറവാണ്. ഒരു റെൻ്റൽ സൂപ്പർ ബൈക്കിൻ്റെ റെൻ്റൽ എന്ന് പറഞ്ഞാൽ അത് കുറവ് തന്നെയാണ്. സോ കാശുള്ളവൻ പോയി റെൻ്റ് എടുക്കുക, അത്രയ്ക്ക് ആഗ്രഹമുള്ളവരൊക്കെ പോയി റെൻ്റ് എടുക്കുക. നമുക്ക് മാനാഭിമാനമാണ് വലുത്. അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലല്ല എറണാകുളത്ത് വന്ന് നമ്മൾ വണ്ടി കൊടുത്തു. എന്തോ ഒരു വിഷമം. കാര്യം എന്ന് പറഞ്ഞാൽ 2-3 ദിവസം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി നമ്മുടെ കൈകളിലായിരുന്നു. പക്ഷേ പെട്രോൾ അടിച്ചടിച്ച് എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഡ്രീമല്ലേ കുറച്ച് നാളൊന്ന് ഉപയോഗിക്കുക എന്നുള്ളത്, കുറച്ച് ദിവസമെങ്കിലും ഒന്ന് ഉപയോഗിക്കുക എന്നുള്ളത്. ഉറപ്പായിട്ടും ഒരു അത്യാവശ്യം ക്യാഷൊക്കെ ഒന്ന് ആകുന്ന സമയത്ത് നമുക്ക് ഒരു സൂപ്പർ ബൈക്കും കൂടെ എന്തായാലും നമുക്ക് നമ്മുടെ ഗ്യാരേജിലോട്ട് ആഡ് ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു മോഹം. കാരണം ഇത് ട്രൂലി ഒരു സ്ട്രെസ് ബസ്റ്ററാണ്. ചെറിയ പനി, സ്ട്രെല്ല് പറഞ്ഞതുപോലെ ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടിയെ ഒന്ന് ഓടിക്കുമ്പോൾ തന്നെ ആ പനിയൊക്കെ അങ്ങ് പോകും. അതുപോലെ തന്നെ ഞാനിപ്പം വീണ്ടും വെച്ച് ടെസ്റ്റ് ഡ്രൈവുകൾ വീഡിയോ ചെയ്തില്ല. കാര്യം വീഡിയോ ചെയ്യാൻ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാലേ വണ്ടിയുടെ വീഡിയോ ചെയ്താൽ അതിനൊരു ഗുമ്മുള്ളൂ. അക്രാപ്പോവിക്കിൻ്റെ എക്സോസ്റ്റ് വരുന്ന ഒരു മോഡലാണ് നമ്മുടെ BMW F900. അത്യാവശ്യം നല്ലൊരു കിടിലൻ
അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ ഒരു അഡ്വഞ്ചർ ടൂററാണ്, ഒരു എൻഡ്യൂറോ ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ട്യൂബ്ലെസ് സ്പോക്കും കാര്യങ്ങളൊക്കെ വരുന്നൊരു മോഡലാണ്. ഡുവൽ ഡിസ്ക്, അതുപോലെ തന്നെ കൈ ചൂടാക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ SR കണ്ടതുപോലുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി. അത്യാവശ്യം നല്ല രീതിയിൽ ടെക്കുള്ളൊരു വണ്ടിയാണ്. നല്ല റോ പവറാണ് ഈ ഒരു വണ്ടിക്ക്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ട് വെച്ചത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ റോഡിൽ അങ്ങനെ അങ്ങോട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. BMW എല്ലാവരും പറയും BMW കില എന്നുള്ള സൗണ്ട്, ആ ഒരു 310 എന്തുകൊണ്ട് വന്നത്, ആ ഒരു സൗണ്ടും ആ ഒരു നേച്ചറും ഈ ഒരു വണ്ടിക്കുണ്ട്. സോ അത് നമുക്ക് ഉറപ്പിച്ച് പറയാം, അതൊരു പ്യുവർ BMW എന്നുള്ള രീതി. സോ കൊള്ളാം. ഒരു തവണയൊക്കെയാണ് ഈ ഒരു വണ്ടി വല്ലപ്പോഴൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്.